വെൽക്കം ടു കുട്ടിക്കഥ വേൾഡ്. ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു കഥ പറഞ്ഞാലോ? എല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കൊച്ചരിപ്പുല്ലും ബുദ്ധിയുള്ള ഉറുമ്പും. എന്താ കഥയുടെ പേര്? കൊച്ചരിപ്പുല്ലും ബുദ്ധിയുള്ള ഉറുമ്പും. ഒരിടത്ത് ചക്കി എന്നൊരു കൊച്ചുറുമ്പുണ്ടായിരുന്നു. എന്താ കൊച്ചുറുമ്പിൻ്റെ പേര്? ചക്കി. പക്ഷെ നല്ല ബുദ്ധിമതിയും എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്യുന്നവളുമായിരുന്നു ചക്കി. ഒരു ദിവസം ചക്കിക്ക് വയറു നിറയെ ഭക്ഷണം കിട്ടി. ഇന്ന് മതി, നാളത്തേക്ക് ഞാൻ കുറച്ച് ഭക്ഷണം കരുതി വയ്ക്കാം, അവൾ വിചാരിച്ചു. അവൾ അടുത്തുള്ള വയലിലേക്ക് നടന്നു. അവിടെ നിലത്തൊരു കൊച്ചരിപ്പുല്ല് കിടക്കുന്നത് അവൾ കണ്ടു. ഈ കൊച്ചരിപ്പുല്ല് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ നെൽമണി. നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, ആ അരിമണി. ഓക്കെ. അത് കണ്ടപ്പോൾ ചക്കിക്ക് സന്തോഷമായി. ഇത് വലുതായതുകൊണ്ട് ഒരുപാട് പേർക്ക് കഴിക്കാമല്ലോ, ചക്കി വിചാരിച്ചു. അരിപ്പുല്ലിനെ അതിൻ്റെ മാളത്തിലേക്ക് കൊണ്ടുപോകാൻ ചക്കി ശ്രമിച്ചു. അവൾ മുന്നോട്ട് തള്ളി, പിന്നോട്ട് തള്ളി, രണ്ട് വശങ്ങളിലേക്ക് തള്ളി നോക്കി. പക്ഷേ അരിപ്പുല്ല് അനങ്ങിയില്ല. ചക്കിയുടെ ശക്തിക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. അയ്യോ, ഇത് ഒരുപാട് വലുതാണല്ലോ, ചക്കി വിഷമിച്ചു. ഇത് കണ്ടുകൊണ്ട് അടുത്തു നിന്ന ഒരു ചിതലുറുമ്പ് ചിരിച്ചു. കൊച്ചുറുമ്പേ, നീ എന്തിനാണ് അതിലും വലിയ ഭാരം ഒറ്റയ്ക്ക് ചുമക്കാൻ ശ്രമിക്കുന്നത്? നിനക്കൊരിക്കലും അതിനെ കൊണ്ടുപോകാൻ കഴിയില്ല. ചക്കിക്ക് സങ്കടം വന്നു. ശരിയാണ്, എനിക്കിത് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ എല്ലാവരും വിശന്നിരിക്കുകയാണല്ലോ, എനിക്കിത് കൊണ്ടുപോയേ പറ്റൂ. പെട്ടെന്ന് ചക്കി ഒരു കാര്യം ഓർത്തു. അവൾ ബുദ്ധി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവൾ ഉടനെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു. കൂട്ടുകാരെ, നമുക്കൊരു വലിയ അരിപ്പുല്ല് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിച്ചാൽ അതിനെ മാളത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാം. ചക്കിയുടെ വിളി കേട്ട് 10 കൊച്ചുറുമ്പുകൾ ഓടി വന്നു. നമ്മൾ 10 പേർ ചേർന്നാൽ തീർച്ചയായും അതിനെ കൊണ്ടുപോകാൻ പറ്റും, ചക്കി പറഞ്ഞു. എന്നിട്ട് അവർ 10 പേരും അരിപ്പുല്ലിൻ്റെ പല ഭാഗങ്ങളിലായി പറ്റിപ്പിടിച്ചു. ചക്കി ഉറക്കെ പറഞ്ഞു, 1, 2, 3, വലിച്ചോ. ഒരുമിച്ച് ശക്തി കൊടുത്തപ്പോൾ വലിയ അരിപ്പുല്ല് പതിയെ അനങ്ങി. അവർ ഒന്നിച്ച് തള്ളിയും വലിച്ചും അതിനെ പതുക്കെ മാളത്തിലേക്ക് കൊണ്ടുപോയി. ചിലന്തിയും ചിതലുറുമ്പും ഇത് കണ്ട് അതിശയിച്ചു പോയി. എന്താണ്? ചിലന്തിയും ചിതലുറുമ്പും ഇത് കണ്ടിട്ട് എന്തായി? അതിശയിച്ചു പോയി. എൻ്റെ ദൈവമേ, ഇവരിത് കൊണ്ടുപോവുകയാണല്ലോ എന്ന് ഓർത്തു പോയി കാണും. ചക്കി കൊച്ചുറുമ്പ് എത്ര ബുദ്ധിമതിയാണ്. അവൾക്ക് ഒറ്റയ്ക്ക് കഴിയാത്തത് കൂട്ടുകാരെ കൂട്ടി ചെയ്തല്ലോ, അവർ പരസ്പരം പറഞ്ഞു. അങ്ങനെ ആ 10 ഉറുമ്പുകളും അവരുടെ കൂട്ടുകാർക്കും വയറു നിറയെ ഭക്ഷണം കിട്ടി. ചക്കിയുടെ ബുദ്ധിയും അവരുടെ ഒത്തൊരുമയും കൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. ഇനി കഥയുടെ ഗുണപാഠം എന്താണ്? നമ്മുടെ ബുദ്ധിയും കൂട്ടുകാരുടെ ഒത്തൊരുമയും ഒക്കെ ഉണ്ടെങ്കിൽ എത്ര വലിയ ജോലിയും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഒറ്റക്കെട്ടായി നിന്നാൽ വിജയം ഉറപ്പാണ്. ഈ കഥ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഈ കുഞ്ഞി കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു. നമ്മളിനി അടുത്തൊരു വേറെ കഥയായിട്ട് വരാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ വേറെ കഥയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.